പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുവദിച്ച ദൈവമാതാവിന് തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സുനു സുരേഷ്. ഞങ്ങൾ തിരുവല്ലയിൽ നിന്നും വരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ് സുരേഷ്, മകൻ സുദേവ്, മകൾ സുചിത്ര. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 4/5/2024 അപ്പോൾ ഇവിടുന്ന് പത്രം എനിക്ക് പലപ്പോഴായി എൻ്റെ കൈകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ ആകുന്നത്. അപ്പോൾ എനിക്ക് അവൻ്റെ മെറിറ്റിൽ വിശ്വാസമില്ല. അവൻ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴും അതിന് മുമ്പ് പഠിക്കുമ്പോഴും നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. പക്ഷേ 9 ലാസ്റ്റൊക്കെ ആയപ്പം ഒത്തിരി ഉഴപ്പായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഇതനുസരിച്ച് 10ാം ക്ലാസ് പാസ്സാകണമെങ്കിൽ എല്ലാം നമ്മുടെ ഇതുകൊണ്ടേ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ എഴുതിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ പാസ്സാകത്തില്ലെന്ന് എനിക്ക് ഉറപ്പായി. അപ്പോഴാണ് ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഇവൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടും മാതാവിലും ഈശോയിലും ഞാൻ വിശ്വസിച്ചാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തെ നിയോഗം ഞാൻ അതാണ് വെച്ചത്, 10ാം ക്ലാസ് പാസ്സാകണം എന്ന്. അങ്ങനെ SLC പരീക്ഷയായപ്പോൾ ഞാൻ ഹോൾ ടിക്കറ്റുമായിട്ട് ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു. കാശ് രൂപ അച്ഛൻ കൊടുത്തു. അതുമായിട്ടാണ് അവൻ പരീക്ഷയ്ക്ക് പോയത്. പോകുമ്പോൾ മാതാവിൻ്റെ തൈലം ഹോൾ ടിക്കറ്റിൽ പുരട്ടുകയും അതുപോലെ ഉപ്പ് കഴിച്ചിട്ടുമാണ് അവൻ പരീക്ഷയ്ക്ക് പോയത്. അവൻ്റെ മാർക്ക് വെച്ച് നോക്കുവാണെങ്കിൽ അവന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഓണപ്പരീക്ഷയ്ക്കൊക്കെ കിട്ടിയ മാർക്ക് എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മോശമാണ്. ഒരു വിഷയത്തിനോ 2 വിഷയത്തിനും ജയിച്ച ആളാണ്. പക്ഷെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് 66% മാർക്കോടെ അവൻ പാസ്സായി. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞു. പക്ഷേ എനിക്ക് സാക്ഷി ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അതിന് ഞാൻ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അവന് ഞങ്ങൾ ഒരു സ്കൂളിൽ മാത്രമേ ഇത് അപേക്ഷ കൊടുത്തിരുന്നുള്ളൂ. ആ സ്കൂളിൽ തന്നെ കിട്ടണമെന്ന്, അടുത്തൊരു സ്കൂളാണ്. പിന്നെ ബസ്സിൻ്റെ സൗകര്യക്കുറവുകൊണ്ട് വേറെ എങ്ങും കൊടുത്തില്ല. ആ സ്കൂളിൽ അതിന് പോകുമ്പോഴും ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലവും കൊണ്ടുപോയിട്ട് മാതാവിന് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പിട്ട് പ്രാർത്ഥിച്ച്, മാതാവ് എനിക്ക് ഇവിടെ തന്നെ എൻ്റെ മോന് അഡ്മിഷൻ കിട്ടണേ എന്ന് പറഞ്ഞു. അവിടെ തന്നെ അവൻ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അങ്ങനെ മാതാവ് അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാനൊരു തിരുവല്ലയിൽ ഒരു തുണിക്കടയിലാണ്, ചെറിയൊരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ വെച്ച് എനിക്ക് വയറിന് ഭയങ്കരമായ വേദനയും അസ്വസ്ഥതയൊക്കെ ആയി. അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, എന്തോ വയറ് വീർത്തിരിക്കുക. ഗ്യാസിൻ്റെ ഗുളിക മേടിച്ച് നോക്കി, ഒന്നും മാറുന്നില്ല. പിന്നെ ഞാൻ ഈ മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം കഴിച്ചു. പിന്നെ ഞാൻ എന്നിട്ട് ഡോക്ടറെ അടുത്ത് എന്തായാലും അങ്ങ് പോകാമെന്ന് വെച്ചു. ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ വയറ് ഞെക്കി നോക്കിയിട്ട് പറഞ്ഞു, അപ്പൻഡിക്സിൻ്റെ ആണ്, നിങ്ങൾ പെട്ടെന്ന് ഇന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റ്, വൈകിട്ട് തന്നെ ഒരു ലാബുണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന, അവിടെ പോയി ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ബ്ലഡിൻ്റെ റിസൾട്ടുമായിട്ട് പിന്നെ നാളെ സ്കാനും കൂടെ ചെയ്തിട്ട് നാളെ തന്നെ എന്നെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പം ബ്ലഡിൻ്റെ റിസൾട്ട് കൊടുത്തു. ഞങ്ങൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മേടിക്കാമെന്നുകൊണ്ട് ആ ബ്ലഡിൻ്റെ റിസൾട്ട് മേടിച്ചു. രാവിലെ സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിന് പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും കഴിച്ചിട്ട് തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവേ ഈ റിസൾട്ട് സ്കാൻ ചെയ്യുമ്പോൾ എനിക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും എൻ്റെ തൈലവും ഉപ്പും എൻ്റെ കയ്യിൽ ബാഗിൽ കാണും. പ്രാർത്ഥിച്ച് സ്കാൻ ചെയ്യുന്ന പുള്ളി എന്നോടൊപ്പം പറഞ്ഞു, സ്കാനിങ്ങിൽ ഒരു കുഴപ്പവും ഇല്ലല്ലോ, ഇത് അപ്പൻഡിക്സിൻ്റേതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇവിടെ എനിക്ക് വേദന, അവിടെ നോക്കാം, ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്കാനിങ്ങിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ റിപ്പോർട്ട് കാണിക്കാൻ, എന്തായാലും കാണിച്ച ഡോക്ടറെ തന്നെ റിപ്പോർട്ട് കാണിക്കാനായിട്ട് ഞങ്ങൾ പോകുമ്പോൾ ആ ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ശരി, ഞാൻ ഒരു മെഡിസിൻ എഴുതാതെ ചുമ്മാ ഗ്യാസിൻ്റെ ആയിരിക്കും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ആ ഗുളികയൊന്നും കഴിക്കാൻ പോയില്ല. എനിക്കറിയാം മാതാവ് പൂർണ്ണമായിട്ട് മാറ്റിയാണ്. അപ്പോൾ തന്നെ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. അതുകൂടാതെ മാതാവ് എനിക്ക് വേറൊരു അനുഗ്രഹം കൂടെ ആ സമയത്ത് എനിക്ക് തന്നു. അതിനായിരിക്കും എന്നെ കൂട്ടിക്കൊണ്ട് പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനിരിക്കുമ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചി, ഞങ്ങൾക്ക് അവിടെ ഓതറയ്ക്കോട്ട് ബസ്സിന് റൂട്ട് കുറവാണ്, ബസ് കുറവാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ചേച്ചിയൊക്കെ തിരുവല്ലയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എന്നോട് എപ്പോഴും അവർ കാറിന് വന്നാലും എന്നെ വിളിക്കും, തിരിച്ചു പോകുമ്പോൾ ഒന്നിച്ച് പോകാൻ കൊണ്ടുപോകും. പകുതി വരെ ദൂരം ബസ്സിന് പോയിട്ട് ഞാൻ പകുതി ഇടയ്ക്ക് ഹസ്ബൻഡാണ് ബൈക്കിൽ കൊണ്ടുപോകുന്നത്. അന്ന് ആ ചേച്ചി തിരുവല്ലയിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, സുനു എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഇന്നപോലെ ഡോക്ടറെ അടുത്ത് റിസൾട്ട് നിൽക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ 7-7:30 അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ ശരി ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പം വിളിക്കാം ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയ സമയത്ത്
ചേച്ചി എൻ്റെ അടുത്ത് വരികയും എന്നോട് പറഞ്ഞു, സുനു ഞങ്ങളിവിടെ ഒരു കെറ്റിൽ വാങ്ങാൻ പോയതാണ്, അവിടെ ഷായ് എന്ന് പറഞ്ഞ കടയിലാണ് പോയി, അവിടെ നല്ല കിട്ടിയില്ല, സുനുവിന് നമുക്ക് അവിടെ മൈജി ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. ഞാനും അവരുടെ കൂടെ പോയി. ആ കൂടെ പോയ സമയത്ത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 650-450 ഉള്ളു കെറ്റില്ല. അപ്പോൾ ഞാൻ അടുത്ത് എൻ്റെ ചേച്ചിയെ ചെന്നൈയിലാണ്, എന്തെങ്കിലും മേടിക്കണം അവക്കൂടെ ഞാൻ മേടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, വിളിച്ച് ചോദിച്ചു നിനക്ക് കെറ്റിൽ വേണോ, ഇന്ന പോലെ ഇത്ര വിലയേ ഉള്ളൂ. അപ്പോൾ അവൾ പറഞ്ഞു ശരി നീ മേടിക്ക്, അപ്പോൾ നിനക്ക് ഒരെണ്ണം മേടിച്ച് എനിക്ക് മേടിച്ച് ഞാൻ പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചേച്ചി എന്നോട് പറയുക, നീ അവിടെ ഒരു വാഷിംഗ് മെഷീൻ നോക്ക്. അപ്പോഴും എനിക്ക് കടയിൽ പോകുന്നു വയ്യാഴിയൊക്കെ തുണി അലക്കലും രാത്രി വന്ന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മയില്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാതെ അപ്പം അലക്കുന്ന ആ ബുദ്ധിമുട്ട് ദൈവം എൻ്റെ കണ്ടിട്ടായിരിക്കും. ആ ചേച്ചിയോട് പറഞ്ഞു, സുനുവിന് ഒരു വാഷിംഗ് മെഷീൻ നോക്കും. ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ പോയി പിറ്റേ ദിവസമായപ്പം ഈ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുനു നാളെ അവിടെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വിളിക്ക്, നിങ്ങളുടെ ചേച്ചി ചെന്നൈയിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സുനുവിന് ഒരു വാഷിംഗ് മെഷീൻ ചേച്ചി പോയി എടുത്തു കൊടുക്കണം, EMI വഴിയായിട്ട് ചേച്ചിയുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് തരാം. അത് ചേട്ടനാണ് ചെയ്ത്. അപ്പോഴും അവിടെ മാതാവ് പ്രവർത്തിച്ച് ചേച്ചിയും ചേട്ടനെയും കൊണ്ട് ചെയ്യിപ്പിച്ചു. അല്ലാതെ ദൈവം നമ്മുടെ കൈ കൊണ്ട് തരാൻ പറ്റാത്തത് കൊണ്ട് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നലെ വരെ വിചാരിക്കാത്ത ഒരു കാരണം പിറ്റേ ദിവസം എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അതിൻ്റെ പൈസ അടച്ചു തീർന്നു. ഈ കഴിഞ്ഞ മാസമാണ് ചേട്ടൻ അടച്ചു തീർന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാണേലും ചേട്ടനെ കൊണ്ട് ചെയ്യിച്ചത് മാതാവ് ആണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മ മരിച്ചിട്ട് ഈ ഓണത്തിന് 1 വർഷം കഴിഞ്ഞു. അറ്റാക്കായിരുന്നു അമ്മയ്ക്ക്. അമ്മ 90% ബ്ലോക്കായിരുന്നു. അമ്മ വസ്തു കിട്ടാൻ ഞങ്ങളുടെ തൊട്ടപ്പുറത്തൊരു ഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ 5 സെൻറ്റ് സ്ഥലത്തല്ലേ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയും ദഹിപ്പിച്ച് ഞങ്ങളൊരു ഹിന്ദുവാണ്, വീടിൻ്റെ മുറ്റത്താണ് ദഹിപ്പിച്ചത്. അപ്പോൾ അത് കണ്ടിട്ട് പോയ ഒരു അടുത്ത വസ്തുവിൻ്റെ ഉടമ ഞങ്ങളോട് ചോദിച്ചു, എൻ്റെ ഹസ്ബൻഡിനെ മാറ്റി നിർത്തി ചോദിച്ചു, ഈ വസ്തു വിൽക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് വേണേ ഇത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മേടിക്കാനുള്ള അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുക, എനിക്കത് വാങ്ങാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ലാതിരിക്കുന്ന സമയം അങ്ങനെ കഴിഞ്ഞു. എങ്കിലും നമുക്കൊരു വേസ്റ്റ് എണ്ണയിൽ ആ പറമ്പായി വീടിനോട് ചേർന്ന് കിടക്കുന്ന വസ്തു എങ്ങനെ വാങ്ങുമെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ആ വസ്തുവിനെക്കുറിച്ച് വിട്ടെങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, നിയോഗത്തിൽ എഴുതി, മാതാവ് എങ്ങനെയെങ്കിലും എനിക്ക് ഈ വസ്തു വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞ് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഒക്ടോബർ 26 എൻ്റെ ചേച്ചി നാട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ അവരോട് പോയി സംസാരിക്കുക, അവരെത്ര രൂപ ഉദ്ദേശിക്കുന്നു നിങ്ങൾ ചോദിക്കുക, പൈസ ഇല്ലല്ലോ നീ ചോദിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ വീട് പണിക്ക് വേണ്ടി ഉണ്ടായിരുന്ന സ്വർണ്ണങ്ങളൊക്കെ വിറ്റ് പിന്നെ 2-3 പവൻ കാണും, എന്തായാലും അതെങ്കിലും കൊടുത്ത് നമുക്ക് വാങ്ങാം. അത് മാതാവ് എൻ്റെ മനസ്സിൽ കാണിച്ചെന്ന ഒരു ഐഡിയ. പിന്നീട് നമുക്കത് വാങ്ങാൻ പറ്റത്തില്ല, അപ്പുറത്ത് കിടക്കുന്നവരാരെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റത്തില്ല. മാതാവായിട്ട് എനിക്ക് ഇപ്പോൾ സ്വർണ്ണത്തിന് വിലയുള്ളതുകൊണ്ട് അത് കൊടുത്താൽ അത് നിങ്ങൾക്ക് വാങ്ങാമെന്നുള്ള മാതാവ് കാണിച്ചു തന്നാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി സംസാരിക്കുമ്പോൾ അവർ ഒരു എമൗണ്ട് പറഞ്ഞു. ആ എമൗണ്ട് നമുക്ക് വിചാരിച്ച് നമ്മൾ പോയ എമൗണ്ടിനേക്കാൾ ഒത്തിരി ഉയരെയായിരുന്നു. പിന്നെ ഞങ്ങൾ അവരോട് സംസാരിച്ച്, ഒന്നും കൂടെ നിങ്ങൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത്, നമുക്ക് ഒത്തിരി കടബാധ്യതയുണ്ട് വീട് വെച്ചതിൻ്റെ. അപ്പോൾ അവർ പറഞ്ഞു ശരി, ഒരു എമൗണ്ട് പറഞ്ഞിട്ട് ഇതിൽ ഉറപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇത്രയും ഉയർത്തിയതിൽ നിന്ന് താഴ്ത്തി പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ സമ്മതിച്ച് പോന്നു കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ ഇച്ചിരി കൂടുതലായിപ്പോലും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറം അല്ലേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒന്ന് വിളിച്ച് അവരോട് സംസാരിക്കും, ഇച്ചിരെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് ഇച്ചിരൂടെ താഴ്ത്തി തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, എനിക്ക് വയ്യ, നീ ചോദിക്ക്, നമ്മൾ ഉറപ്പിച്ചതല്ലേ, പിന്നെ എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ലാസ്റ്റ് ഞാൻ മാതാവിൻ്റെ വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ നിയോഗത്തിനകത്ത് മാതാവിൽ ഡേറ്റ് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് ഇത്ര രൂപയ്ക്കകത്ത് അവർ ഞങ്ങൾക്ക് സമ്മതിച്ച് തരണം, മാതാവായിരിക്കണം അവർ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ എഴുതി വെച്ചിട്ട് പോയി മാതാവിൻ്റെ ഉപ്പ് കഴിച്ച് തൈലം നാക്കിൽ തേച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ആ പുള്ളിക്ക് വോയിസ് മെസ്സേജ് ഇട്ടിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ ഇല്ല. പിന്നെ ഞാൻ ഇതുപോലെ കടയിലിരിക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഉപ്പും തൈലവും തേച്ചിട്ട് പുള്ളിയെ വിളിച്ചു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു, ഞാൻ ചോദിച്ചു മെസ്സേജ് കണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു മെസ്സേജ് കണ്ടു. ഞാൻ പറഞ്ഞു അതിട്ട് റിപ്ലൈ ഒന്നും വന്നില്ലല്ലോ, ശരി വൈകിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വൈകിട്ട് മറക്കാതെ പറയണേ. ലാസ്റ്റിൽ അയാൾ പറഞ്ഞു എന്നാൽ വേണ്ട, ഞാൻ ഇപ്പം തന്നെ പറയാമെന്നും പറഞ്ഞിട്ട് ഉടനെ പുള്ളി അതിന് ഞാൻ ഇന്ന എമൗണ്ടിന് ഉള്ളിലായിരിക്കണമെന്ന് പറഞ്ഞ് എഴുതി വെച്ച് ആ എമൗണ്ടിനകത്ത് തന്നെ പുള്ളി സമ്മതിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 26 ഫസ്റ്റ് ഞങ്ങൾ അവരോട് സംസാരിച്ചത്. ഈ 20-ാം തീയതി ഞങ്ങൾ ആ വസ്തു എഴുതി. മാതാവ് എനിക്കറിയത്തില്ലേ തന്നതിന് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായി ഞങ്ങൾ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ബസ്സിലും കൊടുക്കും, പിന്നെ കടയിൽ കൊണ്ടുവച്ച് വരുന്ന കസ്റ്റമർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, പിന്നെ വീടുകൾ തോറും ഇറങ്ങി അവധിയുള്ള ദിവസങ്ങളിൽ പോയി പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒത്തിരി പേര്
ഇവിടെ വന്നിട്ടുമുണ്ട്, ഉടമ്പടി എടുത്തിട്ടുമുണ്ട്. ഞാൻ അവരോട് പറയും, നമുക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹം, ഞാനൊരു ഹിന്ദുവായിട്ട് ജനിച്ചതാണ്, പക്ഷേ എനിക്ക് ഇനിയുള്ള കാലം ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം. രാവിലെ ആണേലും പ്രാർത്ഥന കൃത്യമായിട്ട് ഞാൻ എണീറ്റ് ചൊല്ലും. വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ എൻ്റെ മക്കളും ഹസ്ബൻഡും കൂടെ ഇരിക്കും. ഹസ്ബൻഡ് ആണേലും മാറിയിരിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ ഈയിടെ 2-3 പ്രാവശ്യം മാതാവിൻ്റെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങൾ ആദ്യമൊക്കെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ടായിരുന്നു, അവിടെ പോയി പൊതിച്ചോറ് കെട്ടിക്കൊടുക്കുമായിരുന്നു. പിന്നെ ഈ കടയിൽ പോകുന്നതിൻ്റെ ലീവിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പിന്നെ അവധി കിട്ടുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വൃദ്ധസദനമുണ്ട്, അവിടെ പോയിട്ട് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പോയിട്ട് അവിടെ എന്തെങ്കിലും ഇതൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എല്ലാവരും ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ അവർക്ക് വേണ്ടുന്ന തുണികളും ഫ്രൂട്ട്സും കഴിക്കാനുള്ളതൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ബസ്സിൽ പോകുമ്പോഴാണേലും സ്റ്റാൻഡ് വെച്ചാണേലും അല്ലാതെ ആരെങ്കിലും സഹായം ചോദിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട്. എപ്പോഴും ഈ ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് എനിക്ക് എൻ്റെ കുടുംബത്തിനും ആഗ്രഹം. ഇത്രയും നന്മകൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പിതാവ് അറിയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 8-ാം തിരുവചനമാണ്. സുനു സുരേഷ് എന്ന മകളുടെ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. മകൻ്റെ പഠിത്തത്തെപ്പറ്റി, അവൻ്റെ മെറിറ്റ്, അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൽ കൂടെ അവൻ ലഭിച്ച അനുഗ്രഹങ്ങൾ. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികളെല്ലാം അവിടെ ഹോൾ ടിക്കറ്റുമായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം മേടിച്ച് വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ചാണ് അവർ പരീക്ഷയ്ക്ക് പോകുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും ഉടമ്പടിയിൽ വിശ്വസിച്ച് ഉടമ്പടിയിൽ ചേർന്ന് ജീവിച്ച് കുട്ടികളും ഉടമ്പടി ജീവിതത്തിലേക്ക് നയിച്ച് ആ വിശ്വാസത്തിലാണ് അവർ പരീക്ഷ എഴുതാൻ പോകുന്നത്. നമ്മൾ കേട്ടു അവൻ്റെ പ്രീവിയസ് പരീക്ഷകളുടെ റിസൾട്ടും ഉടമ്പടി ജീവിതത്തിൽ വന്ന് ഉടമ്പടി വെച്ചതിന് ശേഷം അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിന് ശേഷം അവന് കിട്ടിയ റിസൾട്ടും അതിൻ്റെ വ്യത്യാസങ്ങൾ. മാതാവിൻ്റെ അടുത്ത് കണ്ണീരോടെ വരുന്ന മക്കളെ ഓരോരുത്തരെയും അമ്മ തൻ്റെ മകൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. നമ്മൾക്ക് മെറിറ്റ് ഇല്ലാത്തപ്പോഴും ഈശോയുടെ കൃപ കൊണ്ട് നമ്മളെ മെറിറ്റുള്ളവരാക്കി തീർക്കുന്നതാണ് കൃപാസനം ഉടമ്പടി പദ്ധതി. ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദാൻ നാടിനെ പറ്റിയുള്ള സ്വപ്നങ്ങൾ ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങളായിരുന്നു എന്ന് പറയുന്ന പോലെ സംഭവങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൽ. പക്ഷേ അത് അഹറോൻ്റെ ഉണക്കവടി തളിർത്ത് കായ്ച്ചതുപോലെ ഫലം അണിഞ്ഞത് അവർ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ ഫലമാണ്. അതാണ് ഈ മകൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് നല്ല റിസൾട്ട് നൽകി. രോഗസൗഖ്യത്തെപ്പറ്റി സംസാരിച്ചു. അപ്പൻഡിക്സ് എന്ന രോഗം ഈശോ തൊട്ട് സുഖപ്പെടുത്തിയത് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയാണ്. രോഗശാന്തിക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ വസ്തു മേടിച്ച സാഹചര്യം, ഉടമ്പടി വസ്തുക്കൾ വീണ്ടും ഉപയോഗിച്ചു. വസ്തു മേടിക്കാനുള്ള ആഗ്രഹം അവരുടെ ഉടമ്പടിയിൽ വെച്ചു, നിയോഗമായിട്ട് സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. കണ്ണീരോടും വിലാപത്തോടും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളും അലിവോടെ അനുവദിക്കുന്ന ഈശോയാണ് നമ്മുടെ മധ്യേ ഉള്ളത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും ഉടമ്പടി മക്കൾക്ക് മാത്രമുള്ളതാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ അമ്മയുടെ അരികിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളുടെ ഓരോ പ്രാർത്ഥനയും അമ്മ ഈശോയുടെ അടുക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാനായിൽ ചെയ്ത അതേ കാര്യമാണ് ഇന്നും അമ്മ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. കൃപാസന അമ്മയുടെ സന്നിധിയിൽ വന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങിപ്പോവുകയാണ്. അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. സുനു സുരേഷ് എന്ന മകൾക്കും കുടുംബത്തിനും ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.